നമസ്കാരം. ആട് 3 ആട് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. പേഴ്സണലി ആട് 1ഉം ആട് 2ഉം ഒരുപാട് തവണ കാണുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്ത രണ്ട് ചിത്രങ്ങളാണ്. ആ ഒരു പാറ്റേൺ തന്നെയാണ് ആട് 3യിലും പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പ്രതീക്ഷയോട് ഒട്ടും നീതി പുലർത്താത്ത ഒരു ശരാശരി അനുഭവം മാത്രമായിരുന്നു ആട് 3. ഈ സിനിമ ഒരു ശരാശരി അനുഭവമാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആട് ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആട് 1ന്റെയും 2ന്റെയും സ്വഭാവം ഏതാണ്ട് ഒരേ സ്വഭാവത്തിൽ വന്നിട്ടുള്ള സിനിമകളാണ്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോമഡികൾ, അതിനനുസരിച്ചുള്ള കൗണ്ടർ ഡയലോഗ്സ്, സിറ്റുവേഷൻസ് ഒക്കെയാണ്. അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ആട് 3യും പേഴ്സണലി എക്സ്പെക്ട് ചെയ്തത്. വളരെ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന നിരവധി മുഹൂർത്തങ്ങളും അത്തരം ഡയലോഗുകളും ഒക്കെയുള്ള സിനിമയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇവിടെ മിഥുൻ മാനുവൽ തോമസ് മൂന്നാം ഭാഗത്തിൽ ഒരുപാട് അനാവശ്യമായ കാര്യങ്ങൾ തിരികെ കയറ്റി വളരെ കോംപ്ലക്സും അതുപോലെ കൺഫ്യൂഷൻസ് ഒക്കെ സൃഷ്ടിച്ചു എന്ന് പറയാം. പേഴ്സണലി സിനിമ വലിയ രീതിയിൽ എൻഗേജിംഗ് ആക്കുകയോ അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. 2.25 മണിക്കൂറാണ് ഈ ചിത്രം ആകെ ഡ്യൂറേഷൻ ഉള്ളത്. അതിൽ 1.25 മണിക്കൂറോളമാണ് ഫസ്റ്റ് ഹാഫ് വരുന്നത്. അതിൽ തന്നെ ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള എലമെന്റ് എന്നുള്ളത് ടൈം ട്രാവൽ ആണ്. രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് കഥ പറയുന്നത്. അതിങ്ങനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ പ്രസന്റ് കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഷാജി പാപ്പനും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥിരം ടീമും വൈബും ഒക്കെ ആയിട്ട് നല്ല രസകരമായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ ഒരു രാജാവും കഥയും പരിപാടികളൊക്കെയാണ്. അത് ഭയങ്കര ബോറിംഗ് ആൻഡ് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ഒട്ടും എൻഗേജിങ് ആവാത്ത രീതിയിലുള്ള സീനുകളും സിറ്റുവേഷൻസ് ഒക്കെയാണ് പഴയ കാലഘട്ടത്തിൽ വരുന്നത്. പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ എൻഗേജിങ് അല്ല എന്നുള്ള ഒരു വിഷയമായിരുന്നു. അതുപോലെ തന്നെ ചില കൗണ്ടർ ഡയലോഗ്സും സിറ്റുവേഷൻസും ഒന്നും ഒട്ടും വർക്കാവാതെ പോവുകയും ചെയ്തു. ഈ ഫസ്റ്റ് ഹാഫിൽ 1.25 മണിക്കൂർ ഭയങ്കര മുഷിച്ചിലായിരുന്നു. ഇത് തീരുന്നില്ലല്ലോ എന്നൊരു ഫീൽ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. ശരാശരി ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സിനിമയ്ക്ക് ആകെ വന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സിനിമ കുറച്ചുകൂടി എൻഗേജിങ് ആവുന്നുണ്ട്. അവിടെ വിനായകന്റെ ക്യാരക്ടർ നല്ല രസകരമായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ എവിടെയും എത്താതെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു കംപ്ലീറ്റ്നെസ് സിനിമയിൽ നിന്ന് തോന്നുന്നില്ല. കാരണം ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ആദ്യ ഭാഗം കാണുമ്പോൾ നമുക്കൊരു പൂർണ്ണത ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു കംപ്ലീറ്റ്നെസ് ഈ സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല. ടെക്നിക്കലി ഈ സിനിമ നന്നായി വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും പാട്ടുകൾ ഒക്കെ വളരെ രസകരമായി വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവായി തോന്നിയ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ടത് ക്യാരക്ടേഴ്സിന്റെ ഇൻട്രോസ് ആണ്. അത് വളരെ ഭംഗിയായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മിഥുൻ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമുക്ക് വളരെ പരിചയമുള്ള ആട് ഫ്രാഞ്ചൈസുമായി ബന്ധപ്പെട്ട ഓരോ ക്യാരക്ടറിനെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കോമഡികൾ, പ്രത്യേകിച്ചും സുധീർ കരമനയുടെ ഒരു സീൻ ഉണ്ട്, അത് വളരെ രസകരമായി വന്നിട്ടുണ്ട്. അതുപോലെ വിനായകന്റെയും ജയസൂര്യയുടെ ഒക്കെ പെർഫോമൻസും നന്നായി തന്നെ വന്നു. അല്ലാത്ത കാര്യങ്ങളൊന്നും സിനിമയിൽ കാര്യമായി വർക്കായില്ല. ഓർത്ത് വെക്കാനുള്ള ചില കോമഡികളോ അതല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒന്നും ഇതിനകത്തില്ല. അപ്പൊ നമുക്കറിയാം ആട് 2നും ആട് 1ലും ഒക്കെ അത്ര ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, ഡയലോഗുകൾ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഇല്ല. ആകെ തുകയിൽ ഒരു ശരാശരി അനുഭവമാണ് സിനിമ നൽകിയത്.